ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എസ് എ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ വന്നതെന്ന് വെച്ചിട്ട് അത് പറയേണ്ട ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു, കാരണം തമ്മിലായിട്ട് എല്ലാവരും കയറി വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ യൂട്യൂബ് ബിഗിനേഴ്സിൻ്റെയും ആദ്യത്തെ കടമ്പയായ 4000 മണിക്കൂർ വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബറും എങ്ങനെ എത്രയും പെട്ടെന്ന് ലഭിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിന് ക്ലിയറായിട്ട് ഐഡിയ കിട്ടുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്, അതിൻ്റെയൊക്കെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, അതായത് നിങ്ങളുടെ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ബിഗിനേഴ്സായ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം അവർക്കത് വലിയൊരു ഹെൽപ്പായിരിക്കും. അപ്പം ഞാൻ ഇനി അധികം വലിച്ചിട്ടില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കം ലെറ്റ്സ് ഗോ. ടിപ്പ് നമ്പർ 1, നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് ഹൈഡ് ചെയ്ത് വയ്ക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യുന്ന ആരെങ്കിലും വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബർ കൗണ്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും. എന്നിട്ട് ചിലരുടെ മൈൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതനുസരിച്ച് അവർ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുകയോ ചെയ്യും. അതിനിടയിൽ അവർ സബ്സ്ക്രൈബർ കൗണ്ടും ചെക്ക് ചെയ്യുമ്പോൾ ഒരു 1000 സബ്സ്ക്രൈബേഴ്സിന് താഴെയാണെങ്കിൽ ഒരു 50% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നു. 1000 സബ്സ്ക്രൈബേഴ്സിന് മേളിൽ, ഒരു 10,000 മേളിലൊക്കെ ആണെങ്കിൽ തന്നെ അവർ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഒരു പക്ഷേ നിങ്ങളത് ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. കാരണം അവർക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബർ കൗണ്ട് അറിയില്ല. പക്ഷേ നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതാണ് ഒന്നാമത്തെ ടിപ്പ്. ഇത് യൂട്യൂബിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ പോയി ഹൈഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഓക്കെ. ടിപ്പ് നമ്പർ 2, സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ലിങ്ക് അത് ക്രിയേറ്റ് ചെയ്യുക. അതിനായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സോഷ്യൽ ബ്ലേഡ് സൈറ്റിൽ കയറുക. എന്നിട്ട് സെർച്ച് ചെയ്ത് ആ സൈറ്റിൽ ടോപ്പ് റൈറ്റ് കോർണറിൽ സെർച്ച് ബട്ടണിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേര് സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിൽ സെർച്ച് ലിസ്റ്റിൽ നിങ്ങളുടെ ചാനൽ ഏതാണെന്ന് നോക്കി അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചാനലിൻ്റെ ആ ഐക്കൺ കാണുമല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കാണും. അവിടെ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും കോപ്പി ലിങ്ക് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് കൊണ്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് സെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ലിങ്കിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ടും നിങ്ങളുടെ ചാനലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും അവരെ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. എല്ലാവരും ക്ഷമിക്കണം, ഞാനിത് രാത്രിയാണ് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കൂടുതലായിരിക്കും. അപ്പോൾ ക്ഷമിക്കുക. അടുത്ത വീഡിയോ ഞാൻ കറക്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അടുത്ത പോയിൻറ്റ് ഇതാണ് മെയിൻ പോയിൻറ്റ്. നിങ്ങൾ നിങ്ങളുടെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ള തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതെന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എൻ്റെ തംബ്നെയിൽ കണ്ടുവല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ടാണല്ലോ തോന്നിയത്. അതുകൊണ്ടാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ഇതുപോലെ അട്രാക്റ്റീവായിട്ട്, അതായത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടോ ചിലപ്പോൾ അങ്ങനെയുള്ള തംബ്നെയിലുകൾ നിങ്ങൾ കണ്ടുവന്ന് വരാം. അതായത് 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും കിട്ടാനുള്ള ട്രിക്കുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള തംബ്നെയിലുകൾ. അപ്പോൾ അതുപോലുള്ള അട്രാക്റ്റീവായിട്ടുള്ള തംബ്നെയിലുകൾ, ഇതിപ്പോൾ നിങ്ങളുടെ വേറെ ചാനലുകളായിരിക്കും, വേറെ കാറ്റഗറിയുള്ള ചാനലുകളായിരിക്കും. അപ്പോൾ അതിന് പറ്റിയ തംബ്നെയിൽ അട്രാക്റ്റീവായിട്ട് പെട്ടെന്ന് ക്ലിക്കാവുന്ന, അതായത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തോന്നുന്ന ഒരു തംബ്നെയിൽ നിങ്ങളുടെ ഒരു ഭാവനയിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുക്കുക. എന്നിട്ട് അത് തംബ്നെയിലാക്കി ഇടുക. അപ്പോൾ അതിൽ തംബ്നെയിൽ ക്ലിക്കിങ് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇംപ്രഷൻ കൂടുകയും നിങ്ങളുടെ വീഡിയോ സെർച്ച് ലിസ്റ്റിൽ പോകാൻ ചാൻസ് ഏറെയാണ്. ഓക്കെ, അടുത്ത ടിപ്പ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഇതിൽ ടൈറ്റിൽ കൊടുക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ വീഡിയോയിൽ എന്താണ് മെയിനായിട്ട് പറയുന്ന കണ്ടൻറ്റ്, അതിനെ ബേസ് ചെയ്ത് നല്ലൊരു ടൈറ്റിൽ
പോസ്റ്റ് ചെയ്യുക. അത് ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ആ വീഡിയോ കാറ്റഗറിയായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടംപോലെ വൈറൽ ചാനലുകളുണ്ടാവും. അപ്പോൾ അവരുടെ യൂട്യൂബ് ചാനൽ കയറുക, എന്നിട്ട് അവരുടെ എങ്ങനെയാണെന്ന് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ഷെയർ ബട്ടൺ കാണാം. ആ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കോപ്പി ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ലിങ്കിൽ കയറുക, അത് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ബ്രൗസർ എടുക്കുക. അപ്പോൾ ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഇത് പേസ്റ്റ് ചെയ്ത് സെർച്ച് കൊടുക്കുമ്പോൾ ആ വീഡിയോയുടെ ലിങ്കുമായിട്ട് ബന്ധപ്പെട്ട് ആ വീഡിയോയിലേക്ക് കയറുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ ആ വീഡിയോയുടെ ആ ടൈറ്റിൽ നിങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഏതൊക്കെയാണോ അതായിട്ട് മൊത്തത്തിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി എഡിറ്റ് ചെയ്ത് ബാക്കിയെല്ലാം റിമൂവ് ചെയ്യുക. എന്നിട്ട് സെൻഡ് കൊടുക്കുക, പോസ്റ്റ് ചെയ്യുക. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേര് കൊടുക്കുക. നിങ്ങളുടെ വീഡിയോയിൽ എന്തൊക്കെ പറയുന്നു അതിനെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. അതായത് അതിൻ്റെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കൊടുക്കുക. ചാനലിൽ എന്തൊക്കെ പറയുന്നു അതൊക്കെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. മെയിനായിട്ടും ചാനലിൻ്റെ പേര്. പിന്നെ ടാഗിൽ അതിലും മെയിൻ നിങ്ങളുടെ ചാനലിൻ്റെ പേര് തന്നെയാണ്. അത് ഓരോരോ വേർഡ് ബൈ വേർഡായിട്ട് കൊടുക്കുക, എന്നിട്ട് ഫുള്ളായിട്ടും കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ചാനൽ എന്തൊക്കെ പറയുന്നു അത് കംപ്ലീറ്റ് ഇതിലും കൊടുക്കുക, അതായത് ടാഗിലും കൊടുക്കുക. എന്തൊക്കെ പറയുന്നുള്ള സകല കാര്യങ്ങളും ടാഗിലും കൊടുക്കുക. ടാഗിൽ കൊടുത്തതിന് ശേഷം അതും സേവ് ചെയ്തിടുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതും നിങ്ങളുടെ വീഡിയോ സെർച്ച് ലിസ്റ്റിൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ ടോപ്പിലോ കയറി വരാൻ ചാൻസ് കൂടുതലാണ്. ഈ ടാഗിനെ പറ്റിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അത് ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. പിന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് വേറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊടുക്കുമ്പോൾ അത് ഒരുപാട് പ്ലാറ്റ്ഫോമിലേക്ക് കൊടുക്കുക. അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അതിൽ ഏതിലാണെന്ന് വെച്ചാൽ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ വേറൊരു കാര്യം നോക്കുക, അതായത് നിങ്ങളുടെ വീഡിയോ കാണും എന്ന് 100% ഉറപ്പായിട്ടുള്ളവരിൽ മാത്രം സെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തില്ല എങ്കിൽ നിങ്ങളുടെ വീഡിയോ സെർച്ച് കാറ്റഗറിയിൽ നിന്നും താഴോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. എന്തുകൊണ്ടെന്നാൽ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് ഒരാൾ എത്ര മണിക്കൂർ നിങ്ങളുടെ വീഡിയോയിൽ സമയം ചെലവഴിക്കുന്നു എന്നാണ് കണക്ക്. അത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇത് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സുഹൃത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് 10 മിനിറ്റത്തെ വീഡിയോ 2 മിനിറ്റ് കണ്ടതിന് ശേഷം അപ്പോൾ തന്നെ അത് സ്കിപ്പ് ചെയ്ത് വിടുവാണെങ്കിൽ അതിൽ നിങ്ങളുടെ വീഡിയോയിലുള്ള അവരുടെ ഇംപ്രഷൻ കുറവാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു 10 ആളുകളെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയുടെ റേറ്റിംഗ് സ്വാഭാവികമായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അത് മുഴുവനായി കാണും എന്നുള്ള സുഹൃത്തുക്കളിലേക്ക് മാത്രം അയച്ചു കൊടുക്കുക. അങ്ങനെ അയച്ചു കൊടുത്താൽ അവരങ്ങനെ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ അതിലും ഒരു ഇംപ്രഷൻ കൂടി നിങ്ങളുടെ വീഡിയോയിൽ വ്യൂ കൂടാനും അത് യൂട്യൂബിന് മനസ്സിലായി യൂട്യൂബ് അതിനെ പ്രൊമോട്ട് ചെയ്യാനും ശ്രമിക്കുന്നതാണ്. പിന്നെ അടുത്ത ട്രിക്ക്, ഇതൊരു പ്രത്യേക ട്രിക്കാണ്. ഇത് പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിൽ നിന്ന് ഞാൻ കണ്ടെത്തിയതാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ ക്രൈറ്റീരിയ കേട്ടില്ലെങ്കിൽ ഇപ്പോൾ കേട്ടോളൂ. അതായത് ഒരാൾ എത്ര മണിക്കൂർ ഒരു വീഡിയോയിൽ ചിലവഴിക്കുന്നു അതാണ് വാച്ച് ടൈം. അപ്പോൾ ഒരു 10 മിനിറ്റത്തെ വീഡിയോ ആണെങ്കിൽ ആ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടു കഴിഞ്ഞാൽ 10 മിനിറ്റത്തെ ആ ഒരു വാച്ച് ടൈം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒരു 20 മിനിറ്റത്തെ അല്ലെങ്കിൽ 30 മിനിറ്റത്തെ ആണെങ്കിൽ ആ 30 മിനിറ്റിൻ്റെയൊക്കെ വാച്ച് ടൈം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിൽ വേറെ ട്രിക്ക് ഉണ്ട്. അതായത് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു 3-4 സുഹൃത്തുക്കളുടെ ഫോൺ മേടിക്കുക. ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് മാത്രം അവരുടെ നിന്ന് മേടിച്ചതിന് ശേഷം ഒരു പണി ചെയ്യുക. അതായത് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്ത് ഏത് വീഡിയോ ആണെന്ന് നോക്കി ആ വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ടോപ്പ് റൈറ്റിലായിട്ട് 3 കുത്തുകളുണ്ടാവും. ആ കുത്തിൽ പിടിച്ച് കേൾക്കുമ്പോൾ
അതിൽ പ്ലേ ബാക്ക് സ്പീഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ സ്പീഡ് അത് കുറയ്ക്കാനും കൂട്ടാനും ഉള്ള സെറ്റിംഗ് ഉണ്ട്. അതിൽ ഏറ്റവും കുറച്ചിടുമ്പോൾ അതായത് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് എത്ര സമയം ഒരാൾ നിങ്ങളുടെ വീഡിയോയിൽ ചിലവഴിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 30 മിനിറ്റത്തെ വീഡിയോ അത് ഏറ്റവും കുറഞ്ഞ ഒരു സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് സമയം ആ സുഹൃത്ത് നിങ്ങളുടെ വീഡിയോയിൽ ചിലവഴിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഏറ്റവും സ്പീഡ് കൂടുതലായിട്ടാണെങ്കിൽ കുറഞ്ഞ വാച്ച് ടൈം, സ്പീഡ് കുറവാണെങ്കിൽ കൂടുതൽ വാച്ച് ടൈം, അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഒരു 30 മിനിറ്റിൻ്റെ വീഡിയോയ്ക്ക് ഈ രീതി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? നിങ്ങൾ തന്നെ എല്ലാം ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വീഡിയോ ഒരു 3-4 വീഡിയോ ഒരു 30 മിനിറ്റിൻ്റെ ഇടുക. ഒരു 10-15 ഒരു 3-4 സുഹൃത്തുക്കൾ അത്രയും പേരുടെ ഫോൺ മേടിക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്യുക. 1-2 ദിവസം ഇടപെട്ടാലും മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിടും നിങ്ങളുടെ വീഡിയോയ്ക്ക് നല്ല വാച്ച് അവർ കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആവുന്നതാണ്. ഇതൊരു പ്രത്യേകതരം ട്രിക്കാണ്. ഇത് പല യൂട്യൂബേഴ്സിനും കണ്ടെത്തിയതാണ് ഞാൻ. പിന്നെ അടുത്തൊരു ട്രിക്ക്, നിങ്ങൾ ചെയ്യുന്ന വീഡിയോയുടെ ക്വാണ്ടിറ്റി പിന്നെ ക്വാളിറ്റി ഇത് പക്കയാക്കാൻ, ഇത് 100% ഗുഡാക്കാൻ, നല്ലതാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ടൻറ്റിൻ്റെയും ആ ക്വാളിറ്റിയുടെയും ഇത് കാണുമ്പോൾ തന്നെ ചില വ്യൂവേഴ്സെങ്കിലും കുറച്ച് നേരം നിങ്ങളുടെ വീഡിയോ കണ്ടിരിക്കും. അതിൽ നല്ല കണ്ടൻ്റ് ആണെങ്കിൽ തന്നെ അവർ അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാനിടയാവും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതായത് അവരുടെ മനസ്സിങ്ങനെ തോന്നി ഇദ്ദേഹത്തിൻ്റെ ചാനൽ നല്ല വീഡിയോസാണ് അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യാനും മുഴുവനായിട്ട് കാണാനും അവരുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കാനും സാധ്യത ഏറെയാണ്. അപ്പോൾ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നല്ലതാക്കാൻ ശ്രമിക്കുക. പിന്നെ ചാനൽ പെട്ടെന്ന് വൈറലാവണമെന്നുണ്ടെങ്കിൽ വൈറൽ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുക. അതായത് പ്രസൻറ്റ് ടൈമിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് വീഡിയോയിൽ, അതായത് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയൻസ് എന്തൊക്കെ വീഡിയോ ഇടാം അതൊക്കെ നിങ്ങൾ നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള നല്ല നല്ല കണ്ടൻറ്റുകളാണെങ്കിൽ അതുപോലത്തെ വൈറൽ കണ്ടൻറ്റുകൾ ഉണ്ടോ നോക്കിയിട്ട് നിങ്ങളുടേതായ ഭാവനയിൽ നിങ്ങൾ സ്വന്തം ക്രിയേഷനിൽ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ചാനൽ നല്ല സപ്പോർട്ട് വരികയും ഓട്ടോമാറ്റിക്കലി അത് യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ്, അതായത് ആരെങ്കിലും പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർക്ക് സഹായകരമാകും. കാരണം ഇതിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് അവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചാനലിൽ എളുപ്പം, അതായത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ക്രൈറ്റീരിയ 4000 വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചാനൽ വൈറലാകും, അതായത് പെട്ടെന്ന് ചാനലിൽ പ്രൊമോഷൻ കിട്ടി പെട്ടെന്ന് വൈറലാവും എന്നൊന്നും വിചാരിക്കരുത്. കാരണം പല യൂട്യൂബേഴ്സും, അതായത് ഇപ്പോൾ വൈറലായി ടോപ്പിൽ നിൽക്കുന്ന പല യൂട്യൂബേഴ്സും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇങ്ങനെ വളർന്നു വന്നേക്കുന്നത്. അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലാണ് നമുക്ക് ഇതിൽ നിന്നും അതിൻ്റേതായ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. എന്ന് കരുതി ആരും അവരവരുടെ ജോലിയോ പഠിത്തമോ ഒന്നും മാറ്റി വെക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രം മതി. കുറച്ച് നാളത്തേക്ക് കുറച്ച് ക്ഷമയുണ്ടായാൽ മാത്രമേ, ക്ഷമ വേണം യൂട്യൂബിന്. അപ്പോൾ ക്ഷമ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും അതിൻ്റേതായ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എൻ്റെ ഇമെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ അയക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതാണ്. പിന്നെ ഇനി എന്തെങ്കിലും യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് പറയുക. എന്നിട്ട് ഇനി എന്തെങ്കിലും വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. ഞാൻ അതനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ ട്രാവലിനും വേണ്ടിയാണ് മെയിനായിട്ട് തുടങ്ങിയത്. ട്രാവൽ, ബൈക്ക് റിവ്യൂ, ബൈക്ക് ഗാഡ്ജറ്റ്സ്, മോഡിഫിക്കേഷൻ അതിനൊക്കെ വേണ്ടിയാണ് തുടങ്ങിയത്. പക്ഷേ ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ട് തന്നെ ഇതുവരെ എങ്ങോട്ടും പോകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. അപ്പോൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് കൊറോണയൊക്കെ മാറി മൊത്തം ടൂറിസം വകുപ്പൊക്കെ ശരിയാകുമ്പോഴത്തേക്കും ഇതിൽ നിന്നും നല്ല ട്രാവൽ വ്ളോഗ്സ് പ്രതീക്ഷിക്കാവുന്നതാണ്.
അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.